നെയ്യപ്പത്തിന് ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പാരട്ടോ. മതിയാവൂലെ? ഇനി അത് നല്ലോണം ചൂടാവട്ടെ. ചൂടായിട്ട് പൊക്കെ അടിയിൽ നിന്നാണോ വരുന്നത്? ചൂടായിട്ട് നമുക്കതിൽ പാരട്ടോ. മാവ് കണ്ടില്ലേ? ഇതാണ് മാവ്. ഇത് നമുക്ക് അതിൽ പാരാം. ഒന്ന് ചൂടാവട്ടെ എണ്ണ. കുട്ടികളൊക്കെ വരാറായിട്ടുണ്ട്. അത് വരുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു പലഹാരം കൊടുക്കാൻ. ഇന്നലെ കലത്തപ്പായിരുന്നു, ഇന്ന് നെയ്യപ്പാക്കാന്ന് വിചാരിച്ചു. ചായക്കുള്ള വെള്ളം ഇവിടെ റെഡി. നമുക്ക് മാവ് പാർന്നാലോ? പറ്റില്ല. പാർന്നുണ്ട്. എന്താവും നോക്ക്. കുറേ ആയി ചട്ടി ഇട്ടിട്ട്. ഉണ്ണിയപ്പം മാത്രമേ ഉണ്ടാക്കുള്ളൂ, നെയ്യപ്പം ഉണ്ടാക്കില്ല. അടിയിൽ പിടിക്കില്ലേ നമുക്ക് നോക്കാം. കണ്ടോ? അപ്പം അങ്ങനെയായി, അടി പിടിച്ചു, കിട്ടണില്ല. നമുക്ക് ഒന്നും കൂടെ ഒഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും. ആദ്യത്തെ അപ്പം കൊണ്ട് അടിയെ പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തേതാകുമ്പോൾ പോരോ നോക്കാം. പോന്നാൽ മതിയായിരുന്നു. എന്താവും നമുക്ക് നോക്കാം, കണ്ടറിയാം. പൊന്തിയൊക്കെ വരുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. രണ്ടാമത്തെ അപ്പത്തിൻ്റെ ഗതി തന്നെ. എന്താ ചെയ്യാന്നറിയില്ല. നിലയിലിട്ട് പാരേണ്ടി വരുമാവും. നന്നാവണേൻ്റെ വീഡിയോ മാത്രം ഇട്ടിട്ട് കാര്യമില്ല, കേടുന്നതും കാണണ്ടേ. എല്ലാ പ്രാവശ്യം നന്നാവും. ഇതിപ്പോൾ കുറേ ആയി നെയ്യപ്പത്തിന് ചട്ടി എടുത്തിട്ട്. ഞാൻ എന്താണോ കല്ലുപ്പിട്ടൊക്കെ ഒന്ന് ഉരയ്ക്കാൻ മറന്നുപോയി. ഇപ്പം ഈ അടി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ, അങ്ങനെ ചെയ്തില്ലല്ലോ. കുറേ ആയതുകൊണ്ടേ അങ്ങനെ എടുക്കല്ല. അപ്പോൾ ഇത് വെറും വേഗം സുഖം ഉണ്ണിയപ്പം ചട്ടി കാര്യമാണെങ്കിൽ വേഗം പരിപാടി കഴിയല്ലോ. അതുകൊണ്ട് അതേ ചെയ്യലുള്ളൂ. നെയ്യപ്പം ഉണ്ടാക്കാറ് കുറവാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ നോക്കുക. ഇല്ലെങ്കിൽ ഇത് ലാസ്റ്റ് പരീക്ഷണം. ഇത് ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ ഇലയിൽ പാർന്ന് അപ്പം ഉണ്ടാകും. തീ കൂടിയിട്ടൊന്നല്ല. കണ്ടോ? ഇത് പൊന്താനൊരു താമസം എന്താവും. മറിച്ചിടും പറയാം. പൊന്തിയൊരു വരുന്നില്ല ചട്ടീന്നല്ല. അപ്പൊക്കെ ഉണ്ട പോലെ ഇരിക്കണം. നെയ്യപ്പം നല്ലത്. ഇത് വെറൈറ്റി അപ്പാണ്. ഇത് നെയ്യപ്പം എന്നും പറയാൻ പറ്റില്ല, ഉണ്ടാന്നും പറയാൻ പറ്റില്ല. അപ്പത്തിന്റെ പുതിയ പേരുണ്ട്. ഉണ്ട പോലെ ഹലോ, ഇതാ അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. കേട്ടില്ലേ? മഴക്കൊന്നുമില്ല, എന്നാലും ചട്ടീന്ന് പിന്നെ കിട്ടൽ തുടങ്ങി. ഇലയൊക്കെ ഒഴിവാക്കി ഇതന്നെ ആക്കാൻ കരുതി.